നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. സ്ത്രീകളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ് അമ്മയാകുക എന്ന അവസ്ഥ. അമ്മയാകുന്നതോടൊപ്പം തന്നെ ഗർഭാവസ്ഥയിൽ നിരവധി സംശയങ്ങളും ഇവർക്ക് ഉണ്ടാകാറുണ്ട്. തുടർച്ചയായ ഗർഭം അലസൽ പലപ്പോഴും സ്ത്രീകളിൽ ആശങ്കയും ഉണ്ടാക്കാറുണ്ട്. എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു, എങ്ങനെ സംരക്ഷിക്കണം, ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരത്തെ പ്രാൺ ഫെർട്ടിലിറ്റി സെന്ററിലെ ഡോക്ടർ അനുപമ ആർ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഗർഭാവസ്ഥ എന്ന് പറയുമ്പോൾ പലപ്പോഴും പെൺകുട്ടികളിൽ ആദ്യ പ്രാവശ്യം ഗർഭിണിയാകുമ്പോഴും, ഇനി ആദ്യ പ്രാവശ്യം തന്നെയല്ല, ഒരു പ്രാവശ്യം കഴിഞ്ഞിട്ട് ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഗർഭിണിയാകുമ്പോഴും എല്ലാം ഒരുപാട് സംശയങ്ങൾ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത്രയും ഇങ്ങനെ ടെൻഷൻ പിടിക്കേണ്ട ഒരു അവസ്ഥയാണോ ഗർഭാവസ്ഥ? ശരിക്കും പറഞ്ഞാൽ അല്ല. പക്ഷേ ഇപ്പോഴേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ വളരെയധികം ആശങ്കകൾ ഒരുപാട് കൂടുതലായിട്ട്, വ്യാകുലതകൾ ഒരുപാട് കൂടുതലായിട്ടാണ് തോന്നുന്നത്. അതിനൊരു പ്രധാന കാരണം അവർക്ക് കിട്ടുന്ന അറിവുകൾ കിട്ടുന്നുണ്ട്, പലപ്പോഴും അത് കറക്റ്റായിരിക്കത്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ ആഹാരം കഴിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ജീവിത രീതിയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, ഇതിനെക്കുറിച്ചൊക്കെ അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകാറുണ്ട്. അപ്പോൾ ആഹാരം ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴീ ഒരുപാട് വിഷമുള്ള ആഹാരങ്ങളായതുകൊണ്ട് ഇതെന്തെങ്കിലും ദോഷം കുഞ്ഞിന് ചെയ്യുമോ എന്നുള്ള. സാധാരണ പൊതുവേ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 3 മാസം ഈ പഴങ്ങളായാലും പച്ചക്കറികളായാലും ഒക്കെ കഴിക്കുമ്പോൾ ആ ഒരു കാലഘട്ടമാണ് കുഞ്ഞിനൊരു എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടാകാനുള്ളത്. നമ്മൾ കഴിക്കുന്ന ആഹാര രീതിയോ നമ്മുടെ എന്തെങ്കിലും മരുന്നുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ട് കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ആദ്യത്തെ 3 മാസമാണ്. പലപ്പോഴും ഈ ചെറുപ്പക്കാർ ആദ്യ മാസം മുതൽ ഡോക്ടറെ കാണണമെന്ന് പറയുമ്പോൾ വീട്ടിലുള്ള വയസ്സായവർ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങളൊന്നും അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഹോസ്പിറ്റലിലൊന്നും പോയിട്ടല്ല, വളരെ സാധാരണ രീതിയിലുള്ള പ്രസവമായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ളൊരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ എപ്പോഴാണ് ഡോക്ടറെ കാണാൻ തുടങ്ങേണ്ടത്? കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു തീർച്ചയായിട്ടും പഴയ കാലത്ത് ഇത്രയൊന്നും സംരക്ഷണമൊന്നും അവർക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷേ എങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് കൂടുതലായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ കൂടുതലായിരുന്നു. നമ്മുടെ ശിശു മരണനിരക്ക് തന്നെ വളരെ കൂടുതലായിരുന്നു പഴയ കാലഘട്ടത്തിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെയൊക്കെ കാരണം പ്രധാനമായിട്ടും ഈ ഒരു അശ്രദ്ധ തന്നെയാണ്, ഗർഭകാലത്തുള്ള അശ്രദ്ധ. അത് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ആദ്യ കാലങ്ങളിൽ തന്നെ ഇപ്പം പറഞ്ഞതുപോലെ സ്കാൻ എന്തിനിങ്ങനെ എപ്പോഴും സ്കാൻ ചെയ്യുന്നത്, എന്തിനാണ് വരുമ്പോഴേ തന്നെ സ്കാൻ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ട്. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ ഉണ്ട്, അതിനുശേഷം തുടരാം. ഹലോ നമസ്കാരം. അബ്ദുറഹ്മാൻ. ചോദിച്ചോളൂ സാർ. എന്റെ മകള് 8ാം മാസം ഗർഭിണിയാണ്. പറഞ്ഞോളൂ. 9ാം മാസമായി. പിന്നെ ഇപ്പം ഉള്ള സംശയം എന്ന് പറഞ്ഞാല് കുട്ടിക്ക് അനക്കക്കുറവുണ്ടായി ഇടയ്ക്ക്. കുട്ടിക്ക് അനക്കക്കുറവ് ഉണ്ട് ഇടയ്ക്കിടയ്ക്കാണ്. ഇടയ്ക്കുണ്ട്. ഇപ്പൊ ഇടയ്ക്ക് ഉണ്ടായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഒരു ഡോക്ടർ. ശരി. പിന്നെ മകൾക്ക് മറ്റെന്തെങ്കിലും പ്രഷറോ മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? പ്രഷറോ ഡയബറ്റീസിന്റെ അസുഖമോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. കുഞ്ഞിന് വളർച്ചക്കുറവോ വെയിറ്റ് കുറവോ അങ്ങനെ വല്ലതും പറഞ്ഞോ ഡോക്ടർ? വെയിറ്റ് കുറവെന്ന്. ഇപ്പോൾ 9 മാസമായ സ്ഥിതിക്ക്, 9 മാസമായ ഒരു ഗർഭിണിക്ക് വളർച്ചക്കുറവാണ്. നമ്മളതിന് ടെക്നിക്കലി പറയുന്നത് ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ എന്ന് പറയും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇതുപോലെ ഇദ്ദേഹം സൂചിപ്പിച്ച പോലെ ഈ അനക്കക്കുറവ് വരാനുള്ള സാധ്യത കൂടുതൽ. അതിൻ്റെ ഒരു കാരണം വെച്ചാൽ വളർച്ചക്കുറവുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവരിലേക്കുള്ള രക്തോട്ടം കുറവായിരിക്കും, അതുപോലെ തന്നെ കുഞ്ഞിന് ചുറ്റുമുള്ള ഫ്ലൂയിഡും കുറവായിരിക്കും. ഇതുകൊണ്ട് തന്നെ അനക്കം കുറയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 9 മാസം ആയ ആളാകുമ്പം ഇനി അധികം താമസിപ്പിക്കാതെ പ്രസവിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നീട്ടി കൊണ്ടുപോയി നമ്മൾ ഒരു 37 ആഴ്ച കഴിഞ്ഞാൽ കുഞ്ഞിന് പൂർണ്ണ വളർച്ചയാവും. പിന്നെ എപ്പോൾ വേണമെങ്കിലും പ്രസവിക്കാം, അമ്മയ്ക്കോ കുഞ്ഞിനോ ഒരു തകരാറും ഉണ്ടാകത്തില്ല. മറിച്ച് വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു വേറെ സങ്കീർണതകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല അല്ലെ. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ നമസ്കാരം, ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. പിന്നെ ഞാൻ ഇപ്പൊ 2 മാസം പ്രഗ്നന്റ് ആണ്. അപ്പൊ മൂത്ത കുട്ടിക്ക് 12 വയസ്സായി. ഇപ്പൊ ഉണ്ടാവുകയാണ്. അപ്പൊ കഴിഞ്ഞ മാസം 1 മാസം ആയപ്പോ തന്നെ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല, നോർമൽ ആണൊക്കെ എന്നാ പറഞ്ഞത്. പക്ഷെ ഇനിയിപ്പോ 3ാം മാസത്തിൽ ഇനി പിന്നെ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വയറിനകത്ത് ഭയങ്കര അസ്വസ്ഥത, പിന്നെ ഉറക്കമൊന്നുമില്ല, ഭയങ്കര ഉരുണ്ട് മറിയുന്ന പോലെ. അപ്പൊ ഡോക്ടർ പറഞ്ഞ ഗ്യാസിന്റെ പ്രശ്നമാണെന്നാണ് ഗുളികയൊക്കെ തന്നിരുന്നു. കുറവ് ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ കുറവൊന്നുമില്ല. പിന്നെ അടുത്ത സ്കാനിങ് ചെയ്യണം എന്നുണ്ട്.
സ്കാനിങ് ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യുന്നോണ്ട് എന്തോ ബുദ്ധിമുട്ടുണ്ടാവോ എന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചു. നമ്മൾ അതേക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചത് അല്ലേ ഡോക്ടർ? പലപ്പോഴും ഈ പ്രായമായവർക്ക് ഒരു ആദ്യമുണ്ട്, ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത് ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഈ അൾട്രാസൗണ്ട് വേവ്സ് ആണല്ലോ, സൗണ്ട് വേവ്സ് ശരിക്കും പറഞ്ഞാൽ അത് വളരെ ഒരു ചെറിയ ഹെഡ്സിലുള്ളതാണ്, മെഗാ ഹെഡ്സിലുള്ള സൗണ്ട് വേവ്സ് ആണ് ഇതുവഴി ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. അല്ലാതെ കറണ്ടോ മറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനത്തെ ഒന്നും പോകുന്നില്ല അതിലൂടെ. അതുകൊണ്ട് കുഞ്ഞിനോ അമ്മയ്ക്കോ ഒന്നും വേറെ യാതൊരു തകരാറുകളും ഇല്ല. പിന്നെ ഈ സ്കാനിങ് തുടങ്ങിയിട്ട് തന്നെ അതും അതിനെ റിലേറ്റ് ചെയ്യുന്ന പഠനങ്ങളും തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതൊന്നും തന്നെ 10-20 വർഷത്തെ പഠനങ്ങൾ അവൈലബിൾ ആണ് ഇപ്പം. അതിനകത്തൊന്നും തന്നെ ഒരു ദോഷങ്ങളും സൂചിപ്പിച്ചിട്ടില്ല. പിന്നെ സ്കാൻ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം നമ്മുടെ വിളിച്ച കോളർക്ക് പറഞ്ഞതുപോലെ മിക്കവാറും അത് ഗ്യാസും അതുപോലുള്ള അതുണ്ടല്ലോ നമ്മുടെ ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, അല്ലാതെ വേറെ ഒന്നും ആയിരിക്കാൻ വഴിയില്ല. ടെൻഷന്റെ ആവശ്യമുണ്ടോ ശരിക്കും പറഞ്ഞാൽ? എനിക്ക് തോന്നുന്നു ഈ അമ്മമാർക്ക് ഒരു മകളൊക്കെ ആകുമ്പോൾ ആ മകൾക്ക് ആദ്യമായിട്ട് ഗർഭിണിയാവുമ്പോൾ ഒക്കെ ഉള്ള ഒരു ആവശ്യമില്ലാത്ത ഒരു ആശങ്ക കൂടുതലുണ്ടോ എന്നുള്ളൊരു ആശങ്ക നല്ലതാണ്. പക്ഷെ പലപ്പോഴും പലരും ചോദിക്കുന്നത് സ്റ്റെപ്പ് കയറാമോ, അങ്ങോട്ട് നടക്കാമോ, ഇങ്ങോട്ട്, അങ്ങനെ വളരെ ചെറിയ കാര്യങ്ങൾ പോലും വളരെ ടെൻഷൻ കാണിക്കുന്ന ആളുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു പെൺകുട്ടി ഗർഭിണിയായി വേറെ യാതൊരുവിധ ഗർഭകാല മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, കുഞ്ഞിന് ഈ സ്കാനൊക്കെ ചെയ്ത് നല്ല വളർച്ചയുണ്ട്, കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ജോലി ചെയ്യുന്ന ഇപ്പോൾ ജോലി ചെയ്യുന്നൊരു സ്ത്രീയാണെങ്കിൽ ജോലി ചെയ്യുന്നതിനോ അവരുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന്, കുക്കിംഗ് ചെയ്യുന്നതിനും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒന്നും ഒരു തടസ്സവും പറയേണ്ട കാര്യമില്ല. മറിച്ച് എന്തെങ്കിലും ഗർഭകാല പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇപ്പം മറുപുള്ള താഴെ പ്ലാസൻ്റ പ്രീവിയ എന്നൊക്കെ പറയുന്ന പോലെ മറുപുള്ള താഴെ വരുന്നു, അല്ലെങ്കിൽ നേരത്തെ ഗർഭം അലസിയൊരു ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം മതി. അല്ലാതെ എല്ലാ ഗർഭിണികളും അങ്ങനെ ഫുൾ ബെഡ് റെസ്റ്റ് എടുത്ത് ഇരിക്കേണ്ട ആവശ്യമൊന്നും. ഈ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ നേരത്തെ ഗർഭം അലസിയ അത് ചിലർക്ക് യാത്ര ചെയ്യാൻ പാടുണ്ടോ? തുടക്കത്തിൽ തന്നെ ബൈക്കിൽ സഞ്ചരിക്കാമോ? ഏത് രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഉപയോഗിക്കേണ്ടത് യാത്ര ചെയ്യുമ്പോൾ? ആദ്യമായിട്ട് അലസി കഴിഞ്ഞാൽ പിന്നീട് ഇതിനുള്ള ചാൻസസ് കൂടുതലാണോ? അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ? ഗർഭ അലസലിന് പല രീതിയിലുണ്ട്. ഗർഭ അലസൽ എന്ന് പറയുമ്പം ഇപ്പോൾ തന്നെ ബ്ലീഡിംഗ് ആയിട്ട് പെട്ടെന്ന് അങ്ങ് വേദനയൊക്കെ ആയിട്ട് പോകുന്നതാണ് നമ്മൾ സാധാരണ വളരെ കോമൺ ആയിട്ട് പറയുന്ന ഗർഭാലസൽ. അതിനാണ് ഈ റെസ്റ്റിനൊക്കെ പ്രാധാന്യമുള്ളതും. അതുപോലെ ബുദ്ധിമുട്ടുള്ള ജോലികൾ അല്ലെങ്കിൽ ബൈക്കിൽ അല്ലെങ്കിൽ ഓട്ടോയിലൊക്കെയുള്ള കുലുക്കമുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള യാത്രകളൊക്കെ ഒഴിവാക്കാൻ പറയുന്നത്. അല്ലാതുള്ള ഗർഭാലസൽ എന്ന് പറയുന്ന മറ്റ് കാരണങ്ങൾ കൊണ്ടായിരിക്കും. അതായത് കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യം ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രോമസോം തകരാറുള്ള ഗർഭമാണെങ്കിൽ അങ്ങനെ, അതുപോലെ അതല്ല, അല്ലെങ്കിൽ ഗർഭം തന്നെ നല്ല രീതിയിലാവാതെ നല്ല രീതിയിൽ രൂപം പ്രാപിക്കാതെ പോകുന്നതുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഗർഭം അലസി പോകുന്നതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റെസ്റ്റ് എടുത്തത് കൊണ്ട് ഒന്നും അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതെന്തായാലും വളരാതെ തനിയെ അത് പോകും. പിന്നെ ഇപ്പം റെസ്റ്റ് എന്ന് പറയുമ്പം ഒരിക്കൽ ഗർഭം അലസിയവർക്ക് വീണ്ടും അലസാനുള്ള സാധ്യത കൂടുതലാണ്. എസ്പെഷ്യലി 2 എണ്ണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 15-20% വരെ സാധ്യത കൂടുതലാണ്. അവർ ശ്രദ്ധിക്കണം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ചോദിച്ചോളൂ ഡോക്ടറോട്. എനിക്കിപ്പോ എന്താണ് പ്രഗ്നന്റ് ആയിട്ട് ഇപ്പൊ 1 മാസമായിട്ട് നല്ല ക്ഷീണം, ഛർദി അങ്ങനെയൊക്കെയാണ്. അത് പറഞ്ഞോളൂ. ഫുഡൊന്നും കഴിക്കാൻ കഴിയുന്നില്ല. അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. കാരണം ഗർഭിണികൾക്ക് നമ്മളെപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളത് നല്ല ഗർഭത്തിനാണ് ഈ സിംറ്റംസ് എല്ലാം വരുന്നത്. ഈ പറഞ്ഞ പോലെ ഛർദിലായാലും ക്ഷീണമായാലും എല്ലാം. കാരണം ഹോർമോൺ വ്യത്യാസങ്ങൾ അവരുടെ ബോഡിയിൽ വരുന്നത് കൊണ്ട്. അതുകൊണ്ട് അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒരു 3 മാസം വരെ അമ്മ എത്ര കഴിച്ചില്ലെങ്കിലും കുഞ്ഞു വളരും. ആ സമയത്ത് അതിനൊരു പ്രോട്ടീൻ, ഒരു ബോഡി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തൊരു രൂപമാവുന്നേ ഉള്ളൂ. അപ്പോഴും ഒരുപാട് നമ്മൾ ആഹാരം കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് കൊഴുപ്പുള്ള കഴിച്ചുകൊണ്ടൊന്നും വണ്ണം വയ്ക്കുക ആ ഒരു സമയമാവുന്നില്ല. പക്ഷെ 3 മാസങ്ങൾക്ക് ശേഷം 4 തൊട്ട് അങ്ങനെയല്ല. അമ്മ കഴിക്കുന്ന ആഹാരമെല്ലാം കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും. അപ്പോൾ നല്ലോണം ആഹാരം കഴിക്കണം. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ ക്രമം പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഇപ്പോൾ 3 മാസം കഴിയുമ്പോൾ എത്ര പ്രാവശ്യം ഡോക്ടറെ കാണണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ സ്കാനിങ് തന്നെ എത്ര എണ്ണം ഈ 9 മാസത്തിനിടയിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ആദ്യത്തെ 3 മാസം ഒരു 2-3 സ്കാൻ ചെയ്യുന്നത് നല്ലതാണ്. നേരത്തെ പറഞ്ഞ പോലെ പഴയ കാലത്ത് ഈ ട്യൂബൽ പ്രഗ്നൻസിയൊക്കെ കണ്ടുപിടിക്കപ്പെടാതെ സ്ത്രീകൾ മരിച്ചു പോകുമ്പോഴായിരിക്കും പലപ്പോഴും അറിയത്തില്ല, അല്ലെങ്കിൽ അറിയുന്നത് തന്നെ. പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ റെയറാണ്. കാരണം വളരെ നേരത്തെ തന്നെ സ്കാൻ ചെയ്യുന്നതോടെ നമുക്കതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ വളർച്ചയില്ലാത്ത ഗർഭമാണെങ്കിൽ അറിയാൻ പറ്റും, എന്തെങ്കിലും പ്രശ്നമുള്ള ഗർഭമാണെങ്കിൽ അറിയാൻ പറ്റും. അതുകൊണ്ട് ആദ്യത്തെ 3 മാസം ഒരു 3 സ്കാൻ അല്ലെങ്കിൽ 2 സ്കാനെങ്കിലും മിനിമം നോക്കുന്നത് ശരിക്കും നല്ലതാണ്. അത് കഴിഞ്ഞാൽ ഇപ്പോഴേ ഈ ക്രോമസോം തകരാറുകൾ, എസ്പെഷ്യലി പ്രായമേറിയ ഗർഭം ധരിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഡയബറ്റിസ് പോലുള്ള രോഗമുള്ളവർക്ക്
തൈറോയ്ഡ് പോലൊക്കെ രോഗമുള്ള സ്ത്രീകളിൽ ഒരു 3-3.5 മാസത്തിൽ ക്രോമസോം തകരാറുകളുണ്ടോ ആ കുഞ്ഞിന് എന്നറിയാനുള്ള സ്കാൻ നല്ലതാണ്. പിന്നെ ഒരു 5-5.5 മാസം, 5നും 6നും ഇടയ്ക്ക് ആണ് വിശദമായുള്ള സ്കാനിങ് പരിശോധനയുള്ളത്. അതിനകത്ത് ഹൃദയത്തിനും മറ്റ് അവയവങ്ങൾക്ക് ഈവൻ വിരലുകൾക്ക് പോലുമുള്ള അപാകതകൾ എല്ലാം ഒരു പരിധി വരെ കണ്ടുപിടിക്കാൻ പറ്റും. അത് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഒരു 7 മാസം ആകുമ്പം ഒരു സ്കാന്, പിന്നെ ഒരു ഡേറ്റ് എടുക്കും. അതായത് 9 മാസമൊക്കെ ആകുമ്പോൾ 9 മാസം ആകുമ്പോഴത്തെ സ്കാനിൽ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ വളർച്ച, വെയിറ്റ്, കുഞ്ഞിൻ്റെ പൊസിഷന്, മറുപിള്ളയുടെ പൊസിഷന്, കുഞ്ഞിന് ചുറ്റുമുള്ള ഫ്ലൂയിഡ് എല്ലാം അറിയാം, എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഏത് രീതിയിൽ ആ സ്ത്രീയെ പ്രസവിപ്പിക്കാം എന്നുള്ള പ്ലാൻ ചെയ്യാനും നല്ലതായിരിക്കും. തുടർച്ചയായ ഗർഭമലസൽ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പലപ്പോഴും കേൾക്കാറുണ്ട്. തീർച്ചയായിട്ടും ഗർഭമലസൽ എന്ന് പറയുമ്പം ഒരു തവണ കഴിഞ്ഞാൽ 2 തവണയൊക്കെ ഗർഭമലസി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ക്രോമസോം പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. എസ്പെഷ്യലി 3 ആണ് പറയുന്നത്. ഇപ്പം 3 അബോർഷൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരിശോധിച്ചിരിക്കണം എന്നാണ്. കാരണം അമ്മയ്ക്കോ അച്ഛനോ എന്തെങ്കിലും ജനിതക വൈകല്യം ഉണ്ടെങ്കിൽ അത് അതേപോലെ അടുത്ത തലമുറകളിലേക്ക് പോവാം. അപ്പം അങ്ങനെയുള്ളപ്പം വളരെ ഈ ആദ്യ മാസങ്ങളിലെ ഗർഭമലസൽ വളരെ കൂടുതലായിരിക്കും അവർക്ക്. പിന്നീട് ഈ പറഞ്ഞ പോലെ തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങൾ, തൈറോയിഡിന് പേടിക്കേണ്ട, അതും ആൾക്ക് ഭയങ്കര പേടിയാണ്. തൈറോയ്ഡ് പേടിക്കേണ്ട കാര്യമില്ല. തൈറോയ്ഡ് നമ്മൾ ഗുളിക കഴിച്ച് നിയന്ത്രണത്തിലായിരുന്നാൽ മതി, അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പവും വരത്തില്ല. അതുപോലെ തന്നെ പക്ഷേ മറ്റൊരു പ്രശ്നമാണ് പ്രമേഹം, ഡയബറ്റീസ് പക്ഷേ വളരെയധികം കൺട്രോൾ ഉണ്ടായിരിക്കണം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. നമസ്കാരം, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഞാൻ വിളിക്കുന്നത് എടപ്പാൾ നെല്ലിശ്ശേരിന്ന് വിളിക്കുന്നത്. ഞാനും പ്രസവിച്ചിട്ട് 4 മാസമായി, ഇതുവരെ മെൻസസ് ആയിട്ടില്ലായിരുന്നു. ശരി, കുഞ്ഞിന് പാല് കൊടുക്കുന്നുണ്ടല്ലേ? പാല് കൊടുക്കുന്നുണ്ട്. പ്രസവത്തിന് ശേഷം സാധാരണ 1 വർഷം വരെ പീരീഡ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാം. ഒന്ന് കൃത്യമായി പാല് കൊടുക്കുന്നതുകൊണ്ട് ആ ഹോർമോൺ വ്യത്യാസം ശരീരത്തിൽ വരുന്നതുകൊണ്ടാണ്. പക്ഷേ ഒരു കാര്യമേ ഉള്ളൂ, ഈ കാലഘട്ടത്തിൽ ഗർഭിണിയാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗർഭനിരോധന മാർഗം സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ പീരീഡ് വരാതിരുന്നു എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗർഭാവസ്ഥയിൽ പ്രമേഹം ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം, ഇതിന് മെഡിസിൻ എടുക്കുന്നത് കുഞ്ഞിനെ എന്തെങ്കിലും തരത്തിലുള്ള ദോഷം ചെയ്യുമോ എന്നുള്ളതാണ്. ഇല്ലില്ല, ഒരിക്കലുമില്ല. അതാ ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പോൾ എസ്പെഷ്യലി നേരത്തെ പ്രമേഹമുള്ളൊരു സ്ത്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ പ്രമേഹം കൺട്രോൾ ചെയ്ത് വെക്കണം. അതും എത്രയും നല്ലത് ഇൻസുലിൻ എടുക്കുന്നത് തന്നെ ആയിരിക്കും. കാരണം ഇൻസുലിൻ കുഞ്ഞിന് വളരെ വർഷങ്ങളായിട്ടുള്ള മരുന്നായതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ദോഷവും കുഞ്ഞിന് ചെയ്യത്തില്ല, തീർച്ചയുണ്ട് നമുക്ക് ഗുളികകളേക്കാൾ. അപ്പോൾ ഇൻസുലിൻ എടുത്ത് നല്ല കൺട്രോളായിട്ടിരിക്കുമ്പോൾ മാത്രമേ അവർ ഗർഭിണിയാകാൻ ശ്രമിക്കാവൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പവും, കുഞ്ഞിനുള്ള വൈകല്യങ്ങളോ അല്ലെങ്കിൽ ഗർഭകാലത്തുള്ള അമ്മയ്ക്കുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞിനുള്ള പ്രശ്നങ്ങളൊന്നും വരികയില്ല. ഡ്യൂറിങ് പ്രഗ്നൻസി അതുപോലെ തന്നെ നമ്മൾ ഷുഗർ നല്ല കൺട്രോൾ ചെയ്ത് പോയാൽ മതി. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അമിതമായ വെയിറ്റ് വയ്ക്കാൻ, അങ്ങനെയുള്ള അമിതമായ തൂക്കമുള്ള കുഞ്ഞുങ്ങൾ അവർക്ക് ഭാവിയിൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അമ്മയ്ക്കും പ്രമേഹം കൂടിയിട്ട് ചില കീറ്റോസിസ് എന്നൊക്കെയുള്ള മറ്റ് ചില കണ്ടീഷൻസിലേക്ക് പോകാനും അടിക്കടി അണുബാധകൾ വരാൻ, എസ്പെഷ്യലി മൂത്രത്തിൽ അല്ലെങ്കിൽ മറ്റ് അണുബാധകൾ വരാനുള്ള സാധ്യത എല്ലാ അമ്മയ്ക്കും കൂടുതലായിരിക്കും. അപ്പോൾ നല്ല കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരത്തില്ല. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ പ്രമേഹ രോഗമുള്ള അമ്മമാർക്ക് അത് ആ ഗർഭാവസ്ഥയിൽ മാത്രമാണ് ഇവർക്കിത് കാണുന്നതെന്ന് കേട്ടിട്ടുണ്ട്. പിന്നീട് ഇവർക്ക് പ്രമേഹം വരാനുള്ള സാധ്യത എത്രത്തോളം? 2 രീതിയിലുണ്ട് പ്രമേഹം. ഒന്ന് നേരത്തെ ഉള്ളതും, ഒന്ന് ഗർഭാവസ്ഥയിൽ വരുന്ന പ്രമേഹവും. അത് 20 ആഴ്ച കഴിഞ്ഞേ വന്നു തുടങ്ങുക തന്നെ ഉള്ളൂ. സാധാരണഗതിയിൽ അങ്ങനെയുള്ള പ്രമേഹം പ്രസവത്തോടു കൂടി തീരും, അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ് അങ്ങേയറ്റം 6 ആഴ്ച, 1.5 മാസം കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം എന്നാണ്. അപ്പോൾ മിക്കവാറും നോർമലായിരിക്കും. അവർക്ക് ഒരു 7-8% സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഭാവിയിൽ പ്രമേഹം വരാൻ. അപ്പം കുറച്ച് ആഹാരമൊക്കെ നിയന്ത്രിച്ച് പോകണം, വർഷത്തിലൊരിക്കൽ ഷുഗർ ടെസ്റ്റ് ചെയ്ത് പോകണം. ഒന്നോർത്താതെ ഒരു പരിധിവരെ നല്ലതാണ്. വളരെ കൃത്യമായിട്ട് അവർ വളരെ കെയർഫുൾ ആയിരിക്കും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. നമസ്കാരം, ഡോക്ടറോട് സംസാരിച്ചോളൂ. അതെ ഡോക്ടർ, ഭക്ഷണ രീതിയിൽ ഏതെങ്കിലും സംരക്ഷണം ആവശ്യമുണ്ടോ? ഏതെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് അങ്ങനെ എന്തെങ്കിലും? സാധാരണ നമ്മൾ പറയുന്നത് പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കൂടുതൽ കഴിക്കാൻ പറയും, കൊഴുപ്പുള്ളതിനേക്കാൾ. പ്രോട്ടീൻ ആകുമ്പോൾ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും അതിന് തൂക്കം വയ്ക്കാനും സഹായിക്കും. ഇപ്പോൾ കപ്പലണ്ടി സുഖമായി നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കപ്പലണ്ടി, ചെറുപയർ, അണ്ടിപ്പരിപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. പിന്നെ കടല വീട്ടിലുണ്ടാക്കാൻ പറ്റും. മുട്ടയുടെ വെള്ള കഴിക്കുന്നത് നല്ലതാണ്. ധാരാളം വെള്ളം കുടിക്കണം ഗർഭിണികൾ. പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും ഒന്ന് ദിവസേന കഴിക്കുന്നത് നല്ലതായിരിക്കും. പച്ചക്കറികളും അതുപോലെ തന്നെ. ഇലക്കറികൾ ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ രക്തക്കുറവൊന്നും വരാതിരിക്കും, വിളർച്ച വരാതിരിക്കും.
ഇപ്പൊ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാവും. ചില വയസ്സായ ആളുകളെഗെയിൻ അവർ പറയും കുഞ്ഞിനെ പുറത്ത് വന്നിട്ട് വലുതാക്കിയാൽ മതി, കാരണം പ്രസവം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും, കുഞ്ഞിന് വലിപ്പം കൂടിക്കഴിഞ്ഞാൽ സിസേറിയനിലേക്കൊക്കെ പോകേണ്ടി വരും എന്ന് കാരണന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത്, കുട്ടിക്ക് വെയിറ്റ് കൂടിപ്പോയാൽ ഒരു പ്രശ്നമാണോ അത് എന്നുള്ളതാണ്. കുട്ടിക്ക് തീരെ വെയിറ്റ് കുറഞ്ഞാലും സുഖപ്രസവം നടക്കത്തില്ല. കാരണം 2 കിലോ അല്ലെങ്കിൽ 1.8 കിലോ വെയിറ്റ് ഒക്കെ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളെ നോർമൽ ഡെലിവറിക്ക് നമുക്ക് പലപ്പോഴും വെക്കാൻ പറ്റാതെ വരും. കാരണം നോർമൽ ഡെലിവറിയുടെ ആ സ്ട്രെസ് അവർക്ക് താങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ഡ്യൂറിങ് ആ പ്രോസസ്സ് ഓഫ് പെയിൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിന് വിമിഷ്ടമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് 2.5 കിലോയിൽ താഴെ വെയിറ്റ് എന്തായാലും നല്ലതല്ല. 2.5 തൊട്ട് 3.5 വരെയാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വെയിറ്റ്. സുഖമായിട്ട് പ്രസവിക്കാനും പറ്റും. ഒരുമാതിരി സാധാരണ എല്ലാ സ്ത്രീകൾക്കും സുഖമായിട്ട് പ്രസവിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. പുതിയ തലമുറയിൽ ഗർഭാവസ്ഥ ഒരു രോഗാവസ്ഥയായി കാണുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. കാരണം പിന്നെ ഇപ്പോൾ ഒരു സ്ട്രെസ് ഇപ്പോൾ കൂടുതലാണെന്ന് തോന്നുന്നു. എല്ലാ സ്ത്രീകളും ജോലിക്ക് പോകുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് അപ്പോൾ ആ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ മതി. അല്ലാതെ ഒരു രോഗമായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. വളരെയധികം നന്ദി ഡോക്ടർ. നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.